നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാപ്പുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം പ്രവേശിക്കാൻ വേണ്ടി പോവാണ് കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന കണ്ണൂർ ഫ്ലവർ ഷോ. പൂക്കളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനിൽ ഫ്ലവർ ഷോ വർഷാവർഷം നടക്കുന്നൊരു ഫ്ലവർ ഷോ ആണ്. അപ്പോൾ നമ്മുടെ ഒരുപാട്, അതായത് കണ്ണൂർ ജില്ലയിലെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചെടികളും തൈകളും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന സംഭവമൊക്കെയാണ്. ഇതിനാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അവിടെ വരുന്ന കുറച്ച് എല്ലാവരും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കുറച്ച് ഫാമിലിയോട്, കുറച്ച് ആൾക്കാരോട് നമുക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ ചെറിയ ചെറിയ ചോദ്യങ്ങളുമായിട്ട് പങ്കുചേരാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഷോൻ്റെ ആയതുകൊണ്ട് പൂവായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഏകദേശം നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ എത്രത്തോളം എന്താ പറയുക, ടഫാണെന്നും പറയാൻ പറ്റില്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആരാണ് ഉത്തരം പറയാൻ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന ഫ്ലവർ ഷോയിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഫ്ലവർ ഷോയിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി രണ്ട് ചേട്ടന്മാരുണ്ട്. ഇവരാണ് ടിക്കറ്റ് മുറിക്കുന്ന ചേട്ടന്മാർ. ചേട്ടൻ്റെ പേരെന്താ? ഡിക്രൂസ്. ഡിക്രൂസ്. എന്ത് ഡിക്രൂസ് ആണ്? ഡഗ്ലസ് ഡിക്രൂസ്. ഡഗ്ലസ് ഡിക്രൂസ്. എവിടെ? സ്വന്തം സ്ഥലം എവിടെയാ? കണ്ണൂര്. കണ്ണൂർ തന്നെ. പക്ഷേ പേരൊരു വ്യത്യസ്തമായ പേരാണ്. ഞങ്ങൾ ആംഗ്ലോ ജനിസ്. ആംഗ്ലസ്, അതാണ് ഈ ഒരു പേര് അല്ലേ? ഓക്കെ. അപ്പം ടിക്കറ്റ് മുറിക്കാനാണ് ചേട്ടൻ്റെ ഡ്യൂട്ടി. അപ്പം അടുത്തൊരാൾ കൂടിയുണ്ട്. ചേട്ടൻ്റെ പേര്? രത്നേഷ്. രത്നേഷ്. എവിടെ സ്ഥലം? ഞാൻ ചാലാട്. ചാലാടാണ്. അപ്പം ഡ്യൂട്ടി എത്ര മണി എത്ര മണി വരെയാ? ഞാൻ ഫ്ലവർ ഷോന്റെ ഡിസ്പ്ലേ കമ്മിറ്റിയിൽ. ഡിസ്പ്ലേ കമ്മിറ്റിയിലാണ്. ആണ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഇവിടെ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഏകദേശം എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരോടും നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നമ്മൾ ഉള്ളോട്ട് പോകട്ടെ. ഓക്കെ. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ, അതായത് ഭക്ഷണമൊക്കെ പാകം ചെയ്യണമെങ്കിൽ നമ്മൾ 3 കല്ല് വെച്ച് അതിൽ ചപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കത്തിക്കാറ്. ഈ ചപ്പും വിറകൊക്കെ ചേർത്ത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഓരോ ഇലയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, ഓരോ ചില്ലകൾക്കും അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ നമ്മൾ അടിച്ച് കൂട്ടി കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. പല സ്ഥലങ്ങളിൽ പല പറമ്പത്തൊക്കെ പോയിട്ടാണ് അതിനുപയോഗിക്കുന്ന സാധനമാണ് ഈ വല്ലം എന്ന് പറയുന്നത്. വല്ലം, അതായത് തെങ്ങിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയതാണ്, മടയുന്ന സംഭവമാണ് വല്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ചപ്പ്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ ചകിരി, തേങ്ങയുടെ ചിരട്ട, ഇതൊക്കെ നിറച്ചിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോയി വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലം. എന്തായാലും ഈ തലമുറക്ക് അതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഫ്ലവർ ഷോയിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നറുക്കെടുപ്പിൻ്റെ സംഭവമാണ്, മറ്റൊന്നുമല്ല. നമ്മൾ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് വരുന്ന കൂപ്പണിൻ്റെ ബാക്കി ഭാഗം മുറിച്ചിട്ട് വെക്കാൻ വേണ്ടി വരുന്ന വേസ്റ്റ് ബോക്സിന് വരുവാണ് ഈ ഒരു വല്ലക്കൂട്ടോട് വെച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ വല്ലം കണ്ടില്ല എന്ന് പറയണ്ട, ഒരു വല്ലം പൊന്നും പൂവും കേട്ടിട്ടില്ലേ? ആ വല്ലമാണ് ഈ വല്ലം. ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് പ്രവേശിക്കാം. വാ. മയിലായി ഓ മയിലായി പറന്നു വാ, മഴവില്ലു തോൽക്കുമെന്നഴകെ. അങ്ങനെ ഗായകർ പാടിയാണ്. ഞാൻ പാടിയ പാട്ടല്ല, ഞാൻ പാട്ട് പറഞ്ഞാണ്. അതായത് ഫ്ലവർ ഷോൻ്റെ ഒരു മുഖ്യ ആകർഷണമാണ് നമ്മളൊരു മയിലിൻ്റെ തെർമോക്കോളിൽ മയിലിനെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മയിലിൻ്റെ പീലി വളരെ മനോഹരമായിട്ട് പൂക്കളും ഇലകളൊക്കെ കൊണ്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മയിലിനെ കണ്ടിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്താ പേര്? ചൈത്ര. ഹലോ മാഡം. ചൈത്ര. എവിടെ താമസിക്കുന്നത്? എവിടെ? ഞാൻ പുതിയ തെരുവിൽ. എവിടെ? കുന്നംകൈയിൽ. എവിടെ? ദിനേശ് മുക്കാണ്. ഓക്കെ. ഈ ദിനേശ് മുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ദിനേശ് വീഡിയുടെ കമ്പനി ഉള്ളത് കൊണ്ടുള്ള പേരാണോ, അല്ലെ ദിനേശൻ എന്നുള്ള പേര്? എങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കൂടെ വന്നിരിക്കുന്ന എന്റെ മൂത്തമ്മയും. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ PhD സ്കോളറാണ്. എവിടെ? പയ്യന്നൂർ കോളേജ്. പയ്യന്നൂർ. അപ്പൊ ഈ കണ്ണൂർ, സ്വന്തം സ്ഥലം കണ്ണൂരാണോ? പക്ഷെ നിങ്ങളുടെ സംസാരിക്കുന്ന ഒരു ശൈലിയിൽ എന്തോ ഒരു മാറ്റം. എന്റെ ടോണ് ഡിഫറെന്റ് ആണ്. അതെന്തുകൊണ്ടാണ്? ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അത് ഞാൻ ബേസിക്കലി MSc-യും ഒക്കെ പുറത്തുനിന്നാണ് ചെയ്തത്. അതാണ്. പക്ഷെ MSc കാരണം അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്റേത് ആക്ച്വലി ആൾക്കാരോടുള്ള മിംഗ്ലിംഗ് ഒക്കെ അവരുടെ ടോണ് ഞാൻ എടുക്കാം. അതാണ് നമ്മുടെ അതായത് കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ പോയിട്ട് താമസിച്ച് വളർന്ന ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അല്ല, പേരെന്താ പറഞ്ഞേ? ചൈത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചത് എവിടെ സ്ലാങ് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന കാര്യം. അപ്പം ഹാപ്പിയാണ്. ഈ പൂക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാ? പൂക്കളിൽ ആക്ച്വലി എനിക്ക് ഞാൻ ചെയ്യുന്നൊരു ബോട്ടണിയാണ്. എനിക്ക് ക്രിപ്റ്റോകോറൈൻ എന്ന് പറയുന്ന ഒരു ചെടി ഭയങ്കര ഇഷ്ടമാണ്. ടോട്ടലേരിയ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെയുള്ള ചെടിയായി നിങ്ങൾ പറഞ്ഞ ചെടി? ക്രിപ്റ്റോകോറൈൻ ഒക്കെ നമുക്ക് വയലിലൊക്കെ കാണാം. ഗ്രാസ് ടൈപ്പ് ആണ് ആക്ച്വലി. അത് നല്ല രസമാണ്. അത് കാക്കാപ്പൂലൊക്കെ പോലുള്ള സംഭവമാണോ? കാക്കാപ്പൂ ആക്ച്വലി ഗ്രാസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അങ്ങനെ പൂക്കളുടെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഏത് ഇഷ്ടപ്പെട്ട പൂ എന്നാൽ പെട്ടെന്ന് ആൾക്കാർ
റോസ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി കാര്യം പിന്നെ നമ്മുടെ സൗര് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സമ്മാനമുണ്ട്, നമ്മുടെ ജുജു കൂടെ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം, അതായത് ചെടികളിലാണ് പൂ ഉണ്ടാകുന്നത് അല്ലേ? ഈ മരങ്ങളിൽ പൂ ഉണ്ടാവും, ഈ കൊന്നപ്പൂ ഉണ്ടാവും. അങ്ങനെ ചില മരങ്ങളിലും പൂ ഉണ്ടാവും, കൂടുതലും ചെടികളിലെ പൂ ഉണ്ടാകുന്നത്. എന്ന ചോദ്യമാണ്, അതായത് മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറുന്ന പൂവേതാണ്? I'm not sure about that. അറിയത്തില്ല. അപ്പം വളരെ സന്തോഷം, കാണാം. താങ്ക് യു. ഓക്കെ ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊരു ഫാമിലി പരിചയപ്പെടുകയാണ്. ഗുഡ് ഈവനിങ്. സാറിന്റെ പേര്? രമേശ് ചന്ദ്രൻ. എവിടെ സ്വന്തം സ്ഥലം? മയിൽ എവിടെയായിട്ട് വരും? മയിൽ സ്കൂളിന്റെ അടുത്താണോ ഹോസ്പിറ്റലിന്റെ അടുത്താണോ? അതേ സ്കൂളാണ് പഠിച്ചത്? അതേ സ്കൂളിലാണ്. ഇപ്പം ജോലി എന്ത് ചെയ്യുന്നത്? മുനിസിപ്പാലിറ്റിയിൽ സീനിയർ ക്ലർക്ക് വർക്ക് ചെയ്യാൻ. ഓക്കെ. മോന്റെ പേര്? അദ്ദിത്ത്. എത്രാം ക്ലാസ്സിലാ? 3. ഏതാ സ്കൂള്? കയറള സ്കൂൾ. ഓക്കെ. മാഡത്തിന്റെ പേര്? ജിഷ. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താണ്? ഹോസ്പിറ്റലിൽ. ഏത്? വളവട്ടം ഹോസ്പിറ്റല് നേഴ്സ്. എത്ര വർഷമായിട്ട് അവിടെ? 3 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് വളവട്ടം ഹോസ്പിറ്റലിന്റെ അവസ്ഥ? പേഷ്യന്റ് ആൾക്കാരൊക്കെ വരാറുണ്ടോ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വീട്ടില് ഈ ചെടികളൊക്കെ ഉണ്ടോ? ഉണ്ട്, അത്യാവശ്യം. വീട്ടിലുള്ള ഒരു 3 പൂക്കളുടെ പേര് പറഞ്ഞേ, ചെടിയുടെ പേര് പറഞ്ഞേ. പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടിയുടെ പേര്? പനിനീരുണ്ട്. പനിനീര് ചില പല തരത്തിലുള്ള പനിനീരുണ്ട്. വെള്ളപ്പനിനീരാണോ ഉള്ളത്? വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, ബഡ് ഉണ്ട്. ഉണ്ട്. അപ്പൊ ഈ വീട്ടിലുള്ള ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രണ്ടുപേരും ഇപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. ആരാ നോക്കുന്നത്? വൈഫ്. എത്ര മണിക്ക്? ചെടിക്ക് വെള്ളമൊക്കെ നനക്കേണ്ട സമയമാണ് ഇപ്പോൾ? ഓക്കെ, 6 മണിയാകുമ്പോൾ. ഓക്കെ. ഈ നമ്മൾ പറയാണ്ട് ചിലപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ 2 നേരം ഗുളിക കഴിക്കേണ്ടി വരും, ചില 3 നേരം കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ചെടികളുടെ സംരക്ഷണത്തിന് എത്ര നേരം വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്? 2 നേരം, രാവിലെയും വൈകിട്ട്. ഉച്ചക്ക് ചെടികൾക്ക് വെള്ളം നനച്ചാൽ എന്താ പ്രശ്നം? അങ്ങനെ സാധാരണ നനക്കാറില്ല. അറിയണം. ഓക്കെ. കാരണം നമ്മൾ എപ്പോഴും ചെടികൾക്ക് രാവിലെയും വൈകിട്ട് മാത്രമേ വെള്ളം ഒഴിക്കൂ. അപ്പം എന്താ വെച്ചാൽ ഉച്ച നല്ല ചൂട് സമയത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടായി നിൽക്കുന്ന പാത്രത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ അല്ലേ? പറയാൻ പറ്റില്ല, അങ്ങനെയാവാം. ഓക്കെ, റെഡി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, കൂടെ മറ്റൊരു സമ്മാനമുണ്ട്. പൂക്കൾ പല നിറത്തിലാണ്, പല വലിപ്പത്തിലാണ്, പല ഗന്ധത്തിലാണ്, പല പേരിലാണ്. ഇവരുടെ ചോദ്യമാണ്, നമ്മൾ ചില പൂവിൻ്റെ വിത്ത് അതിൻ്റെ നടുക്കായിരിക്കും ഉണ്ടാവുക, മധ്യഭാഗത്തേ ഉണ്ടാവുക. ചിലപ്പം അങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ പല രീതിയിലുണ്ടാവും ഈ ചില പൂക്കളുടെയൊക്കെ. അപ്പം എൻ്റെ ചോദ്യമാണ്, മധ്യഭാഗം പോയാൽ മരമായിട്ട് മാറുന്ന പൂവ് ഏതാണ്? ഒരു രക്ഷയില്ല. മധ്യഭാഗം പോയാൽ മരമായിട്ട് മാറുന്ന പൂവ് അറിയില്ല. രക്ഷയില്ല. മോനോ? അറിയില്ല. അപ്പം എന്തായാലും സന്തോഷം നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. കാണാം. യെസ്. റെഡി. അപ്പം നമ്മൾ ഫ്ലവർ ഷോൻ്റെ വ്യത്യസ്തമായ, നമ്മളിപ്പോൾ നേരെ നോക്കി നമുക്ക് പൂക്കളൊന്നും കാണാൻ പറ്റില്ല, കാരണം ചെടികളും പൂക്കളൊക്കെ താഴെ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരും. അപ്പോഴത്തൊരു ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം അല്ലേ? സുഖം. ഓക്കെ. സാറിന്റെ പേര്? വിശ്വനാഥൻ. വിശ്വത്തിന്റെ നാഥൻ. ആ, ഓക്കെ. ജോലി എന്തായിരുന്നു? ബാങ്കിലാണ്. അപ്പം റിട്ടയർഡ് ആയിട്ട് എത്ര വർഷം? ഇപ്പം 2 മാസമായിട്ടുള്ളൂ. ഓക്കെ. ആ പേര്? അഖിൽ ഭായ്. എന്ത് ചെയ്യുന്നത്? പോലീസിലാണ്. ഇപ്പൊ എവിടെയാ? ടൗണിൽ തന്നെയാണ്. അപ്പൊ ഇന്ന് ലീവാണ്. ലീവ്, അതുകൊണ്ട് ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ് അല്ലേ? ആ, വാ, നിക്ക്, തിരിഞ്ഞേക്ക്. ഓക്കെ. മോന്റെ പേര് പറ. ദർശിക്ക്. എത്ര ക്ലാസ്സിലാ? ഏത് സ്കൂള്? AM. ഓക്കെ. അഞ്ചരക്കണ്ടി സ്കൂൾ. ആ, അതാണ് AM. ഓക്കെ. പേര്? ഹർഷ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? സ്വന്തം സ്ഥലം എവിടെയാ? ചമ്പാട്. ഓക്കെ. അമ്മയുടെ? അമ്മയുടെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ. ഈ വീട്ടില് ചെടികളൊക്കെ പിന്നെ പരിപാലിക്കുന്ന ആരാ ചേട്ടാ? രണ്ടുപേരും. അമ്മയാണ്. പക്ഷെ അമ്മ ഇപ്പൊ അവിടെ പൂക്കളൊക്കെ നോക്കുന്നതിന് ഇച്ചിരി തിരക്കായിട്ട് വരും അല്ലേ? അപ്പൊ എല്ലാ ഫ്ലവർ ഷോനും വന്നിട്ട് പൂക്കളും ചെടികൾക്ക് വാങ്ങാറുണ്ടോ? ഉണ്ട്. ശരാശരി 4,000 രൂപ സാധനം വാങ്ങും. 4,000 രൂപ എന്തായാലും വാങ്ങും. ഒരു കൊല്ലത്തേക്ക് അതിനായിട്ട് അത് മാറ്റി വെക്കും അല്ലേ? ആ, മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാ? വീട്ടിൽ കുറെ വീട്ടിൽ ജമന്തി ഉണ്ടോ? അറിയില്ല. ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ ചെറിയൊരു ചോദ്യമാണ്, ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, കൂടെ ജുജു ഗോൾഡ് നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം പൂവിനെ പറ്റിയിട്ടാണ്. അതായത് ചില പൂവിന് അതായത് വിത്ത് അതിൻ്റെ നടുക്കായിരിക്കും, ചിലപ്പം അതിൻ്റെ
സൈഡിലുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ടാവും ചില പൂക്കൾക്കൊക്കെ. അപ്പം എൻ്റെ ചോദ്യം, മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറുന്ന പൂവേത്? ഒരു പൂവിൻ്റെ പേരാണ്, അതിൻ്റെ മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറും. കാരണം ആ കൂടുതലായിട്ട് ചെടിയിലാണ് പൂ ഉണ്ടാകുന്നത്, മരത്തിൽ ചില മരത്തിലൊക്കെ ഉണ്ടാവും, അതായത് പിന്നെ കൊന്ന മരത്തിൽ കൊന്ന പൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ മധ്യഭാഗം പോയാൽ മരമായിട്ട് മാറുന്ന പൂവ്. അത് മന്ദാരം. മന്ദാരം. അതെങ്ങനെയാ? എന്താ പോയാലും മരമായി. ഏത് മരം? മരമായിട്ട് മാറും. ആ എന്താ പറയുന്നത്? എന്താ പോയാ മരം, മരത്തിന്റെ പേരൊന്നല്ലേ മരം. മരം വേണം. മരം അത് മതിയല്ലോ. അത് മതിയാ? നിങ്ങളല്ലേ ചോദിച്ചത്. അല്ലാതെ അതോർപ്പാ എന്താ പറയുന്നത്? അതന്നെ ആയിരിക്കും. അച്ചാച്ചനൊരു ഉത്തരം പറഞ്ഞു, മോൻ എന്താ പറയുന്നത്? ഓക്കെ ആ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സാറിന്റെ പേര്? എൻ്റെ പേര് മനോജൻ. മനോജൻ. ആ മനോജൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിട്ട്. എവിടെ? പാനൂര്. പാനൂര്. സ്വന്തം സ്ഥലം എവിടെയാ? വടകര. വടകരയാണ്. അപ്പം ഡെയിലി പോയിട്ട് വരുമോ? ഡെയിലി പോയിട്ട് വരും. അപ്പൊ ഇപ്പൊ ഇവിടെ കൂടെ ഒറ്റക്ക് വരാറും കൊണ്ടോ? എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ പൂക്കളെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ? അതെ, ഭയങ്കരമായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാ? റോസ്. റോസ്. ഏത് റോസ്? ചുവന്ന റോസ്. ചുവന്ന റോസ്. പക്ഷെ പേരിൽ റോസ് ആണ്, പക്ഷെ ചുവന്ന റോസാണ് ഇഷ്ടം. ഓക്കെ. അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ്, അതായത് പൂവുകളുടെ വിത്ത് പലതിലുമായിരിക്കും ഉണ്ടാകുക. ചിലപ്പം ഇലയുടെ ഭാഗത്തുണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ പൂവിൻ്റെ മധ്യഭാഗത്തൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു പൂവായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറുന്ന പൂവേതാണ്? ആ അതാണ് ഞാൻ ചോദിച്ചത്. എന്താ പറയുക? മാമരം. അപ്പം മാമരം ഞാൻ അവിടെ ചോദിക്കുമ്പോൾ എനിക്കറിയാം മാമരം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കിയത്. എന്തായാലും സന്തോഷം കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ പോലീസ് മേധാവിയിൽ നടക്കുന്ന കണ്ണൂർ ഫ്ലവർ ഷോ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞ പോലെ 4000, 5000, അങ്ങനെ 10,000, 15,000 ചെടികളൊക്കെ വാങ്ങിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ എല്ലാ വർഷവും ഒരു 4000, 5000 രൂപയുടെ ചെടികളൊക്കെ വാങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യമായിരുന്നു പൂവായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അതായത് ഇതൊരു പൂവിൻ്റെ പേരാണ്, എന്നാൽ മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറുമെങ്കിൽ ഏതാണ് പൂവ് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം ഇവിടെ പറഞ്ഞിട്ട് അതിലേക്ക് ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ടോ? കാരണം ചെടിയൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ആളാണ്, അമ്മയാണ്. എന്താ അമ്മയുടെ പേര്? ഹരിത. അനിത മാഡം. ഓക്കെ. ചെടികളൊക്കെ ഏതാണ്ട് സെലക്ട് ചെയ്ത് വെച്ചോ? സെലക്ട് ചെയ്ത്. അപ്പൊ ഇത്തവണ എത്ര ചെടികൾ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? 1000. അപ്പൊ മൊത്തം പുള്ളിക്കാരൻ തന്നെ കൊണ്ടുകൊണ്ട് പരിപാടിയാ. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യമാണ്, മധ്യഭാഗം പോയാൽ മരമായി മാറുന്ന പൂവ് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ സാറാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉത്തരം? മന്ദാരം. ഉത്തരം മന്ദാരമാണ്. മന്ദാരം എന്ന് പറയുന്നതിന്റെ മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറും. കറക്റ്റ് ആൻസർ പറഞ്ഞ സാറിന് നമ്മുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ പറഞ്ഞ സാറിന് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഉണ്ട്, വാങ്ങിച്ചോളൂ. ഓക്കെ. ജുജു ഗോൾഡ് നൽകുന്ന മറ്റൊരു ചെറിയ സമ്മാനം കൂടിയുണ്ട്. വാങ്ങിച്ചോ. അപ്പൊ ഓക്കെ സാർ, അപ്പം കാണാം. ഓക്കെ. യെസ്. ഓക്കെ സാർ, കാണാം. ഓക്കെ, ശരി. ഓക്കെ, ശരി. ഓക്കെ. അങ്ങനെ ആൾക്കാർ ഫ്ലവർ ഷോ നഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പം നമ്മൾ ചിത്രീകരിക്കുമ്പോഴും ഇച്ചിരി വഴിയൊക്കെ മുടക്കാതെ വേണം നമുക്കും എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഏവരെയും ഫ്ലവർ ഷോയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ഈ പൂക്കളൊക്കെ, നമുക്ക് മനസ്സിന് ഇച്ചിരി വിഷമങ്ങളൊക്കെ വരുമ്പോൾ പൂക്കളൊക്കെ നോക്കിയിരിക്കുക, പൂക്കളോട് കഥ പറയുക, അല്ലേ? അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ പറഞ്ഞ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകാൻ ചോദ്യം ഇതായിരുന്നു. ഇതൊരു പൂവാണ്, പൂവിൻ്റെ പേരാണ്, അതിൻ്റെ മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറും. എങ്കിലേതാണ് പൂവെന്നുണ്ടായിരുന്ന ചോദ്യം. ഉത്തരം മന്ദാരമാണ്. മന്ദാരപ്പൂവ്, മന്ദാരത്തിൻ്റെ മധ്യഭാഗം പോയി കഴിഞ്ഞാൽ മരമായിട്ട് മാറും. ഇപ്പോൾ സമ്മാനം കൊടുത്തപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ പോലെ നമുക്കൊരു പുതിയ ചോദ്യമായിട്ട് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പിയാണ്.